ഒരു ഉമ്മയുള്ള കാലത്ത് നമ്മൾ ശക്തരാ. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ, ഒരു ഉമ്മയുള്ള കാലത്ത് നമ്മൾ ശക്തരാ. ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ഫലമാ മനുഷ്യരെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഫലം. നമ്മളെ കച്ചവടം, നമ്മളെ കുടുംബം, നമ്മളെ വാഹനം, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സർവ്വകാവലും ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയാ. അതുകൊണ്ട് ആ ഉമ്മള്ളപ്പം മരിച്ചാൽ പ്രതീക്ഷ സഹാബാക്കളും പിൻകാലഘട്ടത്തിലെ താബീങ്ങളും പറഞ്ഞു, ഉമ്മള്ളപ്പം മരിച്ചാൽ അള്ളാന്റെ സ്വർഗ്ഗം ഉറപ്പാട്ടോ. സഹാബത്ത് താബീങ്ങൾ ചോദിച്ചു, അതെന്താ? ഒരു ഉമ്മാന്റെ ദുആ പടച്ചോൻ തള്ളിക്കളയൂല. ഉമ്മള്ളപ്പം മരിക്കുന്നൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉമ്മള്ളപ്പം മരിക്കണ് ഓരോ ഭക്തനും ഉമ്മ നെഞ്ചു പൊട്ടിക്കരയും. മൂത്ത മോൻ 68 വയസ്സായിട്ടുണ്ട്, എന്നിട്ടും 91 വയസ്സുള്ള അമ്മ അങ്ങനെ നിസ്കരിച്ച് എന്തോ പുറകുറുക്കുമ്പോ മക്കൾ ചോദിച്ചു നോക്കിയ പേരക്കുട്ടികൾ, ഉമ്മ എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്നുമില്ല, ഹംസക്ക് ദീർഘായുസ് കിട്ടാനാ. ഏതാ ഹംസ? 68 വയസ്സുള്ള ഹംസ. ആ തിരിച്ചറിവാണ് ഒരു ഉമ്മള്ള കാലത്താണ് നമ്മൾ ശക്തന്മാരാകുന്നത്.